നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബാംബു ഫെസ്റ്റിലാണ്. മുള കൊണ്ട് ഇത്രയധികം അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലായത്. വെറും പായയും കുട്ടയും മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ മോടി കൂട്ടുന്ന ലക്ഷറി ഐറ്റംസ് വരെ ദാ ഇവിടെയുണ്ട്. വാ, നമുക്കകത്തേക്ക് പോയി വിശേഷങ്ങൾ കാണാം. ദാ ആ കാണുന്ന ഫ്ലവർ വേസ് നോക്കൂ, കണ്ടോ? അത് മുള കൊണ്ടാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതിൻ്റെ ഫിനിഷിങ് നോക്കൂ. മുള കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചറുകൾ, പലതരം സാധനങ്ങൾ കണ്ടില്ലേ? ഇവയൊക്കെ നമ്മുടെ വീടിന് നല്ല നാച്ചുറൽ ലുക്ക് തരും അല്ലേ? പിന്നെ നമ്മുടെ പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന പല സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. അതും നമുക്ക് കാണാം. റാന്തൽ വിളക്കുകൾ, പൊട്ടുകുറ്റിയും മുളം കുറ്റിയും പ്ലാസ്റ്റിക്കിന് പകരമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മികച്ച ഓപ്ഷൻസുകൾ ഉണ്ട് തന്നെ കേട്ടോ ഇവിടെ. നമുക്കതൊക്കെ ഒന്ന് കണ്ടുവരാം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നമ്മുടെ പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ഓരോ സാധനങ്ങൾ നോക്കൂ, എത്ര ഭംഗിയുള്ളതാണ്. ഞാൻ ഫാമിലി ആയിട്ടാണ് കേട്ടോ ഇത് കാണാൻ പോയിട്ടുള്ളത്. എൻ്റെ മക്കൾ ചെറുതായതുകൊണ്ടും ഈ കാലത്തിൽ ജനിച്ചവരായതുകൊണ്ടും അവർക്ക് ഇതൊന്നും വലിയ പരിചയമില്ല. അതൊക്കെ എന്താണ്, അതിൻ്റെ മൂല്യങ്ങൾ എന്താണ് ഒക്കെ പറഞ്ഞു കൊടുത്ത് ഓരോന്നും അവരെ മനസ്സിലാക്കി അവരുടെ മനസ്സിന് ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന കുഞ്ഞു മക്കളായതുകൊണ്ട് ഇപ്പോഴേ ഓരോന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് എന്താണെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും അവർക്ക് മനസ്സിലായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുണ്ട്. ഇന്ത്യയിലെ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നിന്നും. അവരുടെ കൈപുണ്യം ഓരോ ഉൽപ്പന്നത്തിലും കാണാനാവും കേട്ടോ. എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ ഈ കാണുന്ന ഈ പായ.
ഞാൻ എൻ്റെ മക്കൾ ചെറുതായിരുന്ന സമയത്ത് ഒരുപാട് അന്വേഷിച്ച് നടന്നൊരു സാധനമാണ്, പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇത് സുലഭമല്ല, ഇങ്ങനെ ഫസ്റ്റിലൊക്കെ ചിലപ്പോൾ കാണലുള്ളൂ. അതിൻ്റെ റേറ്റ് ഞാൻ ചോദിച്ചു, 2500 രൂപയാണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്ന പോലെയല്ല, അതിലൊന്ന് കിടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ. കുഞ്ഞു മക്കളെ ചെറുതായിരുന്നപ്പോൾ മുട്ടിലഴയുന്ന സമയത്തൊക്കെ അതിൽ കിടത്താൻ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. ഞാൻ ഒരുപാട് നോക്കി നടന്നിട്ടും എനിക്ക് കിട്ടിയില്ല. ഇതെൻ്റെ കൺമുന്നിൽ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി കേട്ടോ. മുള കൊണ്ടുള്ള ഓരോ സാധനങ്ങൾ കാണുമ്പോഴും ഈ നോക്കിയ മുറം, പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു മുറം. ഇതുകൊണ്ട് അത് മോശമാവുമ്പം ചാണകം തേച്ച് വെയിലത്ത് വെച്ച് ഉണങ്ങുന്ന നല്ലൊരു ഓർമ്മയുണ്ട് കേട്ടോ. എനിക്ക് പഴയ കാലമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാലം തന്നെയാണ്. ഇപ്പോഴതൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ ഒരു മനസ്സിന് ഭയങ്കര ഒരു ഓർമ്മകൾ നൽകുന്നതാണല്ലേ. ചൂരൽ കസേരകൾ എത്ര ഭംഗിയാന്ന് നോക്കിയേ. അതിൻ്റെ ഒപ്പം ഒരു പ്ലാസ്റ്റിക് കസേര കൊണ്ടിടുമ്പോഴാണോ ഈ ചൂരൽ കസേര കാണുമ്പോഴാണോ നമുക്ക് കൂടുതൽ ഇഷ്ടമാവുക? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ചൂരൽ കസേരയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. നോക്കിയേ, ചെറിയ ചെറിയ മുറങ്ങൾ, പാത്രങ്ങൾ, എത്ര മനോഹരമായ വീശികൾ. ഇതൊക്കെ പഴയ കാലത്ത് നമ്മൾ പാള കൊണ്ട് വീശുമായിരുന്നു കേട്ടോ. ഫാനൊക്കെ വരുന്ന മുന്നേ, ഫാനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് കുറച്ച് നാളേ ഉള്ളൂ. അതിന് മുന്നേ ഞങ്ങളൊക്കെ യൂസ് ചെയ്തത് ഇങ്ങനത്തെ ആയിരുന്നു, പാള കൊണ്ടുള്ള വിസിറികളായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറയുമ്പോൾ അത്ഭുതങ്ങൾ, നിങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് തോന്നും. അതെ, നമ്മളൊക്കെ പഴയ കാലത്ത് ജനിച്ചു വളർന്ന ആൾക്കാരാണ്. അപ്പോൾ കാലം ഇത്ര എത്തുമ്പോൾ ആ പഴയ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാനാണ് ഇന്നും ഇഷ്ടം. പിന്നെ ബുദ്ധൻ്റെ ഒരു പ്രതിമ കണ്ടാൽ, രൂപം കണ്ടാൽ എനിക്ക് ഒരുപാട് പോസിറ്റീവ് നൽകുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. ഞാനൊരു ബുദ്ധൻ്റെ ആരാധകയാണ്. ഞാൻ പറഞ്ഞില്ലേ, റാന്തൽ വിളക്കുകൾ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ എന്തിനും എനിക്കൊരു ഓർമ്മകളാണ് കേട്ടോ. പണ്ട് ക്രിസ്മസിന് നമ്മുടെ നാട്ടിൽ ആൾക്കാർ, അതായത് ക്രിസ്ത്യൻസ്, നമ്മുടെ എല്ലാ നാട്ടിലിങ്ങനെ പാട്ടുപാടി വരുമല്ലോ. അപ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റാന്തൽ വിളക്കുകളായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ ഒരു ആവേശവും ഉന്മേഷവും ഒക്കെ ആയിരുന്നു കേട്ടോ. ക്രിസ്മസിന് അവർ ആ റാന്തൽ തൂക്കി വരുമ്പോൾ നമ്മുടെ വീട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ റാന്തൽ. അന്ന് കറണ്ട് ഇല്ലായിരുന്ന കാലത്ത് ഈ റാന്തലിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ടായിരുന്നു കേട്ടോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ കാലത്ത് ഇന്നത് ചൂരലിൽ തീർത്ത് വെച്ചിരിക്കുന്നത്, അതായത് മുളയിൽ തീർത്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിനൊരു ആനന്ദം തന്നെയാണ് കേട്ടോ. മുളയിൽ ബുദ്ധൻ്റെ, ശിവൻ, കൃഷ്ണൻ, അങ്ങനെ കാണുമ്പോൾ തന്നെ എന്തൊരു രസമാണെന്ന് നോക്കിയാൽ പെയിൻറ്റിങ്, മ്യൂറൽ വർക്കുകൾ.
പുറത്ത് നഴ്സറി ഉണ്ട് കേട്ടോ, നമുക്ക് ഇവിടുന്ന് വാങ്ങാം, പർച്ചേസ് ചെയ്യാം. പക്ഷെ നല്ല വളക്കൂറുള്ള മണ്ണ് വേണമെന്നാണ് കേട്ടോ ഇവർ പറയുന്നത്. സിമെൻറ്റിൻ്റെ അംശമുള്ളതോ വളമില്ലാത്തതോ, അതായത് അധികം വളവും പാടില്ല, നല്ല മണ്ണാണ് ഇതിന് വളരാനും ഏറ്റവും നല്ല ഭംഗിയായിട്ട് ഒരുക്കി കൊടുക്കാനും വേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബാംബു ഫസ്റ്റിൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ പാരമ്പര്യത്തെയും ഇത്തരം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ ഒരു അത്യാവശ്യമാണ് അല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോയിലെ ഏത് ഉൽപ്പന്നമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാംബു ഫെസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് നടപ്പല്ലായിരുന്നു, നല്ല ദാഹം തോന്നി കേട്ടോ. രാത്രിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ നേരെ സ്റ്റേഡിയം പോയിട്ട് ജ്യൂസോ ഷെയ്ക്കോ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പോക്ക് പോയിട്ടോ. അച്ചൂട്ടൻ നേരെ വണ്ടിയിൽ പോയിട്ട് അവിടെ പോയിട്ട് നിലയുറപ്പിച്ചു. അങ്ങനെ നമുക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് വന്നിട്ടാണ് ഉള്ളത് കേട്ടോ. ഇത് കാണുന്നത് നമ്മുടെ കലൂർ സ്റ്റേഡിയമാണ് കേട്ടോ. എന്നിട്ട് ആ കാണുന്ന പോർഷൻ നമ്മുടെ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനാണ്. അങ്ങനെ നമ്മൾ വന്ന് കഴിഞ്ഞിട്ട് ഷേക്ക് ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്ന ആൾ ഞാനായതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാട്ടോ കഴിക്കാറ്. കാരണം കുഞ്ഞിപ്പെണ്ണിന് ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര കൗതുകമാണ് കാണുന്നത്. എന്താണെന്ന് രുചിച്ച് നോക്കാനും ആളൊട്ടും മടിയൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ്. അങ്ങനെ നല്ല തണുപ്പുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് അവർക്കത് ഹെൽത്ത് പരമായി ഒരുപാട് ദോഷം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നാവിലൊന്ന് തട്ടി കൊടുക്കലുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതിന് ഓപ്പോസിറ്റാണ് നമ്മുടെ ഫ്ലാറ്റ് ഉള്ളത്. അപ്പം നമ്മൾ ഫ്ലാറ്റിലേക്ക് നമുക്ക് നടന്നു വരാം, 100 മീറ്റർ അത്രേ ഉള്ളൂ. അത് റോഡിന് ക്രോസ് ചെയ്താൽ അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഫ്ലാറ്റ് ഉള്ളത്. അവിടേക്ക് നമ്മൾ വന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.